ഒരു മുറിയിൽ കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നു, അതിനകത്ത് ഈ ഒരു ഡ്രാമ എങ്ങനെ വരും എന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ താങ്ക്സ് ടു അവർ DOP, ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റ്, എല്ലാവരും അത്രയും നമ്മളെ കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒബ്വിയസ്ലി ഡയറക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ് എല്ലാവരും നമ്മളെ അത്രയും കാര്യമായിട്ട് ഹെൽപ്പ് ചെയ്തുകൊണ്ട് ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. നമുക്ക് സാധാരണ തിയേറ്റർ വിസിറ്റൊക്കെ പോകുമ്പോൾ പടം പ്രശ്നമാണെങ്കിൽ പോകുന്നതിന് പേടി ഉണ്ടാവും. പക്ഷേ ഈ പടത്തിന് ആ ഒരു പേടിക്കണമെന്നില്ല. തിയേറ്ററിൽ ചെന്നപ്പോൾ ഭയങ്കര രസമുള്ളൊരു അഭിപ്രായമാണ് നമുക്ക് തിയേറ്ററിൽ തന്നെ കിട്ടിയത്. സോ വെരി ഹാപ്പി. മൂവി എത്താത്ത ആൾക്കാരെ എത്തിക്കുക എന്നുള്ളൊരു പോയിന്റിലാണ്. അപ്പോൾ സാധാരണ എല്ലാ പടവും തിയേറ്ററിൽ ഇറങ്ങി കുറേ പേര് അത് തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്തിട്ട് OTT വന്നു കഴിയുമ്പോൾ നല്ല പടമായിരുന്നു മെസ്സേജും കമൻറ്റും കുറേ വരാറുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ ആക്ച്വലി പടം കാണാൻ, എന്നാൽ മാത്രമേ പ്രൊഡ്യൂസറിന് നല്ലത് നമുക്ക് നല്ല കാര്യമുള്ളൂ. അപ്പോൾ കാരണം ഈ പടം എടുത്തേക്കുന്ന രീതിയും അങ്ങനെയാണ്. കാരണം അനമോഫിക് ലെൻസിൽ അപ്പോൾ നമ്മൾ തിയേറ്ററിൽ കണ്ടപ്പോൾ അതിൻ്റെ ഒരു സുഖം ഞങ്ങൾക്ക് മനസ്സിലായത്. അപ്പം ഞങ്ങൾ ക്രിയേറ്റേഴ്സ് ആണ്, സാധാരണ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് മാക്സിമം എല്ലാവരും തിയേറ്ററിൽ മിസ് ഔട്ട് ചെയ്യാൻ പോയി കാണണം റിക്വസ്റ്റ് ചെയ്യുന്നത്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. കാര്യം ഞങ്ങൾക്ക് ആക്ച്വലി ഞാൻ അച്ചുവും ഒരു പടത്തിൻ്റെ ഷൂട്ടിൽ അവിടെ പാലക്കാട് സ്റ്റക്കായിരുന്നു. അപ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈസി ഒരു പടം ഷൂട്ട് നടക്കുന്നതിൻ്റെ ഇടയിൽ ഓടി നടന്ന് പ്രൊമോട്ട് ചെയ്യാനുള്ളൊരു സൗകര്യക്കുറവ് ഭയങ്കര കാര്യമായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമ്മൾ ഇതിൻ്റെ ഷൂട്ടിൻ്റെ ഇടയിൽ വന്നിട്ട് തിയേറ്റർ വിസിറ്റ്സ് പരിപാടികളൊന്നും പിടിക്കണ്ടായിരുന്നു. അപ്പോൾ പറയാൻ വേണ്ടി വന്നത്, പടം നല്ല രീതിയിൽ പോകുന്നുണ്ട്, ആൾക്കാർ കാണുന്നുണ്ട്. നമ്മൾക്ക് തിയേറ്ററിൽ തരുമ്പോൾ ഭയങ്കര റെസ്പോൺസുകൾ കിട്ടുന്നുണ്ട്. സോ കണ്ടവരെന്തായാലും പടം ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം മറ്റുള്ളവർക്ക് പരിപാടി പറയുകയാണ്. പറഞ്ഞ് മറ്റുള്ളവരുടെ കൂടി പടം കാണണം. OTT വന്ന് പടം വിജയിച്ചിട്ട് നമുക്ക് വലിയ കാര്യമില്ല. അല്ല, നമുക്ക് കാര്യമുണ്ട്, പ്രൊഡ്യൂസറിന് വലിയ കാര്യമില്ല. അപ്പോൾ ഡെഫിനറ്റ്ലി പടം തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഹൗസ്ഫുൾ ഷോസ് 2 നമുക്ക് ഇങ്ങനെ കുപ്പേശ്വരൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഇനി ഒരുപാട് ദിവസം 2 പോകട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു. അത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. പിന്നീടുള്ള ഒരു റെസ്പോൺസ് നിങ്ങൾ നേരിട്ട് പറഞ്ഞവരുണ്ടാവും, നിങ്ങൾ മെസ്സേജ് ചെയ്തവരുണ്ടാവും, വിളിച്ചു. ആ റെസ്പോൺസ് കാണുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് കുറച്ചും കൂടെ പ്രൊമോഷൻ വേണ്ടി വരണമോ എന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ ദിവസം ഞങ്ങളോട് വന്നത്. കാര്യം വെളുപ്പിന് 6:30 വരെ ഞങ്ങൾ 2 മണിക്കും അവിടെ പുലർച്ചെ വരെ ഷൂട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഡ്രൈവ് ചെയ്ത് ഞങ്ങളിവിടെ വന്നു. ഇവിടെ രാവിലെ തുടങ്ങി പല പ്രൊമോഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം കഴിഞ്ഞിട്ടാണ് നമ്മളിപ്പോൾ 5:30 മണിക്ക് ഇവിടെ വന്ന് എല്ലാവരും കൂടി നിങ്ങളെല്ലാവരും പ്രസിനെ കൂടി കണ്ടിട്ട് സംസാരിക്കണം എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മളത്ര എഫോർട്ട് എടുത്തിട്ടുണ്ട്. അത് പടത്തിൻ്റെ വിശ്വാസം കൊണ്ടാണ്. പടം പ്രശ്നമുള്ളത് അങ്ങനെയാണ്, നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. അത് ആക്ച്വലി ആ കോൺഫിഡൻസ് ഉണ്ട്. കാരണം തിയേറ്ററിൽ പോയി നമ്മൾ കണ്ടതാണ് ആളുകളുടെ റെസ്പോൺസ്. അപ്പോൾ അതുകൊണ്ട് വന്ന പരിപാടി തന്നെയാണ്. ഏകാചിത്രത്തിലാണെങ്കിലും ഇതിനാണെങ്കിലും 2 മണിയുടെ തിയേറ്റർ വിസിറ്റിന് പോയിട്ടുണ്ടായിരുന്നു. പുണ്യാളിലാണെങ്കിൽ 2 ടൈപ്പ് ഓഫ് സിനിമകളാണ്. പുണ്യാളിൽ കഴിഞ്ഞിട്ട് ആൾക്കാരുടെ മുഖത്തൊരു പുഞ്ചിരി കാണുമ്പോൾ ഭയങ്കര രസമുണ്ടായിരുന്നു തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞിട്ട്. അപ്പോൾ അതൊക്കെ കാണുമ്പോൾ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം, അങ്ങനെ റിയലി സോറി ഇവിടെ എത്താൻ ലേറ്റായി പോയതിന്. ഞാൻ ഇന്ന് രാവിലെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ കൊച്ചിയിൽ. പിന്നെ എൻ്റെ ഹെൽത്തും അത്ര കുറച്ച് വീക്കായിരുന്നു. അപ്പം വെയിറ്റ് ചെയ്തതിന് റിയലി സോറി. അപ്പം സിനിമയ്ക്ക് നല്ല റിവ്യൂ കിട്ടുന്നുണ്ട്. ഇപ്പം മെസ്സേജ് ആണെങ്കിലും ഈ തിയേറ്റർ വിസിറ്റ് ചെയ്യുമ്പോൾ ആൾക്കാരുടെ റെസ്പോൺസ് ആണെങ്കിലും എല്ലാം നല്ലതാണ്. അപ്പം അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇതുവരെ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. എനിക്കിതിന്റെ സിനിമ റിലീസ് ചെയ്യുന്ന മുന്നത്തെ ഒരു ഇന്റർവ്യൂലൊന്നും എനിക്ക് പറയാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. സിനിമയെ പറ്റിയിട്ടോ അതിലധികം ക്യാരക്ടറിനെ പറ്റിയിട്ടൊന്നും പറയാൻ പറ്റുന്നുണ്ടായില്ല. ഇത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്യാത്തൊരു ക്യാരക്ടറാണ്. അപ്പം അതിന് ആൾക്കാർ അതിനെപ്പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ മോശമാണെങ്കിലും എന്താണെങ്കിലും എല്ലാം ഞാൻ സ്വീകരിക്കുന്നതാണ്. എൻ്റെ നല്ല അഭിപ്രായമല്ല എൻ്റെ ക്യാരക്ടറിനെ പറ്റിയിട്ടെങ്കിൽ തീർച്ചയായിട്ടും അത് എന്നെ അറിയിക്കണം. രണ്ടും ഞാൻ സ്വീകരിക്കുന്നതാണ്. അപ്പം ആൾക്കാർ ഇതിനെ
അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഉണ്ടല്ലോ പ്രതീക്ഷിക്കുന്നതാണ്, അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വന്നിരിക്കുന്നത്, മാക്സിമം ആൾക്കാരുടെ അടുത്ത് എത്തിക്കാൻ ശ്രമിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാ പടവും വർക്കാവണം എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം നമ്മുടെ സ്വന്തം സൗഭിക്കയുടെ ബേസിലേണ്ട എല്ലാവരും പടവും നടക്കണം. അപ്പോൾ നമുക്ക് ആ ഒരു ചിന്തയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റില്ല. പക്ഷെ എന്നാലും മാക്സിമം നമ്മളുടെ പടം പ്രൊമോട്ട് ചെയ്യുക, അതിൻ്റെ ഓഡിയൻസിൻ്റെ അടുത്തേക്ക് എത്തിക്കാൻ ശ്രമിക്കുക എന്നുള്ള പരിപാടിയാണ് നോക്കുന്നത്. അപ്പോൾ മനസ്സിലാക്കാൻ പറഞ്ഞ പോലെ അധികം തിയേറ്റേഴ്സിൽ എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിലും പാലക്കാട് നിന്ന് അടുത്തുള്ള നമുക്ക് അത് നെക്സ്റ്റ് ഡേ ആണ്, ഫസ്റ്റ് ഡേ തന്നെയാണ്, സെക്കൻഡ് രാഗത്തിലൊക്കെ പോയപ്പോൾ നല്ല റെസ്പോൺസാണ്. തൃശ്ശൂർ അവർക്ക് ഇഷ്ടമായി നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. അപ്പം അതിപ്പോൾ ആൾക്കാർ പടം കണ്ടാലേ നമുക്ക് അവരുടെ റിവ്യൂ ചോദിക്കാൻ അല്ലെങ്കിൽ നമുക്ക് അറിയാനും പറ്റുള്ളൂ. അപ്പോൾ ആ പടം കാണിക്കുക എന്നുള്ളൊരു ഞങ്ങളിപ്പോൾ മാക്സിമം ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് പടം കണ്ട് നോക്കിയിട്ട് നിങ്ങൾ പറഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ. ആക്ച്വലി കഥ പറഞ്ഞപ്പോൾ അത്ര സൈക്കോ ഒന്നും ഉണ്ടായില്ല, ചെയ്ത് വന്നപ്പോൾ സൈക്കോ ആക്കിയതാണ് ഡയറക്ടർ. അത് പറഞ്ഞപ്പോൾ സാധാരണ കാണാനായിരുന്നു, രോമാഞ്ചം പോലെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പിഴിഞ്ഞ് അങ്ങനെ ആക്കിയെടുത്താണ്. അപ്പോൾ ഇനി ചെയ്യാനുള്ള ശ്രമിക്കാം. അല്ല, അത് ബേസിക്കലി ഡയറക്ടർ, ഞാൻ പറഞ്ഞല്ലേ എൻ്റെ ഒരു ഡയറക്ടർ ആക്ടർ ആകാനാണ് ശ്രമിക്കുന്നത് ഒരു ലിമിറ്റ് വരെ. അപ്പോൾ അതിൽ ഇപ്പോൾ മഹേഷിന് ആ രീതിക്ക് തന്നെ വേണം, അങ്ങനത്തെ ഒരു പരിപാടി കൊടുക്കണം. അപ്പോൾ അങ്ങനെയാണ് ആ രീതി പിടിച്ച് നോക്കിയത്, മാക്സിമം ഭയങ്കരാക്കാതെ നോക്കിയിട്ടുണ്ട്. എല്ലാ മാസവും ഒരു പടം ചെയ്യാൻ പറ്റില്ല. ഒരു പടം ചെയ്യണമെങ്കിൽ 35 ദിവസം 40 ദിവസം എടുക്കുമല്ലോ. ഇത് പുണ്യാളം ചെയ്തത് 1 വർഷം മുമ്പാണ്, അത് റിലീസായത് 1 വർഷം എടുത്ത് പണി തീർക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് മുമ്പത്തെ പടം ചെയ്തത് 6 മാസം മുമ്പാണ്. അപ്പോൾ എല്ലാം കൂടി റിലീസ് ഇപ്പോൾ നമ്മളൊരു ഡേറ്റ് പ്ലാൻ ചെയ്തപ്പോൾ അതിൻ്റെ കൂടെ വലിയ സ്റ്റാർസിൻ്റെ അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ റിലീസ് ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളൊന്ന് പതുക്കെ മാറ്റി വെക്കും. കാരണം നമുക്ക് അത്രയും ലെവലിൽ നമുക്ക് ഇനീഷ്യലി കിട്ടുന്ന ഒരു ആക്ടറായി മാറിയിട്ടില്ല നമ്മൾ. അപ്പോൾ റിസോഴ്സ് മാറ്റി വെച്ചിട്ട് കിറ്റ് ഡേറ്റ്സ് ഇങ്ങനെയാണ്, അപ്പോൾ എല്ലാം ഒരുമിച്ചായിപ്പോയി. അപ്പോൾ അത് എനിക്ക് പോയി മാറ്റി വെക്കണം എന്നൊക്കെ ഒന്ന് പറയാനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പക്ഷെ അത് കേൾക്കാൻ അവർ ബാധ്യസ്ഥ കാണണം, അല്ലാണ്ട് വെറുതെ പോയി പറഞ്ഞിട്ട് കാര്യമില്ല. ശ്രമിക്കുന്നുണ്ട് മാക്സിമം നമ്പർ കുറയ്ക്കാൻ. പക്ഷെ എല്ലാം കൂടി റിലീസ് ഡേറ്റ്സ് ഒരുമിച്ച് കണ്ടുകൊണ്ടാണ് അത് മനഃപൂർവ്വമല്ല. അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. കാരണം നല്ല പടങ്ങൾ, വാഴ, ജാലിമൻ ഇറങ്ങിയ സമയത്ത് കൊറോണയും കൂടിയായിരുന്നു, രോമാഞ്ചം, നല്ല പടങ്ങളും ആൾക്കാർ ഇഷ്ടപ്പെടുന്ന പടങ്ങളും നല്ല രീതിക്ക് ചെയ്തൊരു പടമാണെങ്കിൽ അത് പീസ്ഫുള്ളായിട്ട് പോകും. അപ്പൊ അങ്ങനെ ഹൈപ്പ്, ഒരു പടത്തിന് ഹൈപ്പ് നല്ലതാണ്, ഒരിക്കലും ഇല്ലാന്ന് പറയണ്ട. പക്ഷെ ഹൈപ്പ് ഇല്ലാത്ത പടങ്ങളും ആൾക്കാർ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കി കാണുന്നില്ല. ഇപ്പൊ ഇതിലെ ഔട്ട്ഫിറ്റ്, റോഡ് ഔട്ട്ഫിറ്റ് പടം പുറത്തിറങ്ങിയപ്പോൾ തന്നെ ട്രെൻഡായതാണ്. ഇതിന് മുന്നേ അത്തരത്തിലൊരു ഔട്ട്ഫിറ്റില് DQ ആണ് ചാർലിയിൽ വന്നത്. അപ്പൊ ഈ വനിതയിലൊക്കെ ഉണ്ടായിരുന്നു ഇതേ ഔട്ട്ഫിറ്റില്. അതെനിക്ക് ഡയറക്ടർ കൊടുത്താണോ എന്നൊരു ഡൗട്ട് ഉണ്ട് എനിക്ക് അവനെ വിളിച്ചെടുത്തിട്ട്. കാരണം ഒരേ കോസ്റ്റ്യൂം കറക്റ്റ് തെറ്റ് തയ്ച്ചിട്ടുണ്ട് സൈഡില്. അല്ല, പുള്ളി അതിന് പിന്നെ മാർക്കുമായിട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേ പിന്നെ നമ്മൾ കാണാതിരിക്കും. അപ്പം ആ ട്രെൻഡിൽ തന്നെയായിരിക്കും. അപ്പം ഈ ഔട്ട്ഫിറ്റ് കണ്ടപ്പം എന്താ തോന്നുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിൽ? ഇതാണ് ഞാൻ ചോദിച്ചത്, വേണോ ഇത്രയും വേണോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഇല്ല, അത് എന്റെ കാഴ്ചപ്പാട്ടിൽ ആ കള്ളൻ അങ്ങനെയാണ്. പിന്നെ പടം കണ്ടവർക്ക് അറിയാം, പുണ്യാളൻ ആണോ ഒന്നും കൂടി തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലൊരു പോയിന്റ് വരെ കൊണ്ടുപോകുന്നുണ്ട് കാര്യങ്ങൾ. അപ്പൊ അതൊക്കെ കൂടി ഒന്ന് ചെറിയ കുറച്ച് ഓവറാക്കുന്ന രീതിയിൽ കുറച്ച് പിടിച്ചായിരിക്കും. അതേപോലെ നമ്മുടെ മലയാള സിനിമയില് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾ ഒരു കള്ളൻ കഥാപാത്രം ഓർത്തിരിക്കുന്നുണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും തുരപ്പം തന്നെയായിരിക്കും. ഇതിലൊരു കള്ളനായിട്ടാണ്. അപ്പം ഏതെങ്കിലും റെഫറൻസ് വേറെ ഏതെങ്കിലും കഥാപാത്രത്തിൽ നിന്ന് എടുക്കും, അല്ലെങ്കിൽ അച്ഛനോട് പ്രോപ്പറായിട്ട് സ്ക്രിപ്റ്റ് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ എഴുതി വെച്ചാൽ ക്ലിയർ പിക്ചർ കൊടുത്തിട്ടുണ്ടായി ക്യാരക്ടറിനെ പറ്റി. ഇപ്പൊ കൂടുതലായിട്ട് എനിക്കൊന്നും അങ്ങനെ ഇൻപുട്ട് ചെയ്യാനും കാര്യങ്ങളില്ല. ടെയിലിന്റെ മാത്രം ഞാൻ സംസാരിച്ച് ഇങ്ങനെ വെച്ചാൽ ബെറ്റർ ആയിരിക്കും മാത്രം പറഞ്ഞിട്ടുള്ള, അല്ലാണ്ട് വേറെ രീതിയിലൊന്നും ഇന്റർഫിയർ ചെയ്തിട്ടില്ല.
അശോകേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു തിയേറ്ററിൽ. പടം കണ്ടു കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഫസ്റ്റ് റെസ്പോൺസ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്ത്, അല്ലെങ്കിൽ സ്ഥിരം കാണുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നല്ലൊരു കഥാപാത്രം കണ്ടു എന്നൊക്കെ പറഞ്ഞായിരുന്നു. അപ്പം ഈ സിനിമകളെ പറ്റി, വരുന്ന സ്ക്രിപ്റ്റുകളെ പറ്റി അല്ലെങ്കിൽ അശോകനുമായിട്ട് സംസാരിക്കാറുണ്ടോ, അല്ലെങ്കിൽ പടം ഇറങ്ങി കഴിഞ്ഞിട്ടാണോ സംസാരിക്കാറുണ്ടോ? അച്ഛൻ ശരിക്കും കീറി കുറിച്ച് വർത്തമാനം പറയുന്ന ഒരാളാണ് ഒരു ക്യാരക്ടറിനെ പറ്റിയോ അല്ലെങ്കിൽ സിനിമയെ പറ്റിയും. അപ്പൊ എനിക്ക് ഡീറ്റെയിൽ ആയിട്ടൊരു പരിപാടി അവിടെ നിന്ന് ആദ്യമേ കിട്ടും. വിളിച്ചു കഴിഞ്ഞാൽ മോശമാണെങ്കിൽ മോശമാണെന്നും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ കറക്റ്റായിട്ട് പറഞ്ഞു. ചേച്ചി അച്ഛനാണ് പ്രോപ്പറായിട്ട് കാര്യം പഠിക്കുന്നത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ അച്ഛൻ പുള്ളിക്ക് ആ ഒരു മൂഡാണ്. എന്റെ കൂടെ തന്നെ മറ്റേ ബോക്സിന് റെഡി ആയിട്ടിരിക്കുന്ന ഒരാളെ പോലെ അച്ഛൻ എപ്പോഴും എനിക്കൊരു നല്ലൊരു ബന്ധമായിരുന്നു. ഈ പടം ഇറങ്ങിയപ്പോഴും അച്ഛൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ അതും നല്ല ഹാപ്പി ആയിട്ട് എടുത്ത് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നീ കുറച്ച് ഓവറായിട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷെ ആ ഓവറാ ക്യാരക്ടർ വേണം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് സമാധാനമായത്. എല്ലാ ക്യാരക്ടറും ഒരേപോലെ ചെയ്യാൻ പറ്റില്ല. കഥാപാത്രങ്ങളായിരിക്കും പോകണം. അച്ഛനെ ഹാപ്പി ആയി, അച്ഛൻ ഹാപ്പി ആയി, ഞാൻ ഹാപ്പി. ഒരു സമൂഹത്തിൽ തന്നെ രണ്ടുപേര് അതിന് പരമ്പരം ആക്ച്വലി സിനിമ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് തുടങ്ങി നമുക്ക് ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടൊരു പാർട്ട് അതായിരുന്നു. കാര്യം ആദ്യത്തെ ഒരു പോർഷനിൽ ഫസ്റ്റ് ഹാഫിലെ ഒരു മേജർ പോർഷൻ ഞാനും അനുവും മാത്രമേ ഉള്ളൂ. അതൊരു മൂവിയിലും വേറെ പുറമേയുള്ള സ്ഥലമാണെങ്കിലും ഒരു സ്ഥലങ്ങളിൽ കാണിച്ച ആൾക്കാരെ പറ്റിക്കാൻ ഞങ്ങളുടെ ഈ രണ്ടുപേരും കൂടി മൂവിയിൽ എന്ത് കാണിക്കുന്നുള്ളത് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് സ്ക്രിപ്റ്റിൻ്റെ പരമായിട്ടുള്ള ഗുണങ്ങളുകൊണ്ടും പ്ലസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സിനിമോഗ്രാഫർ ഒരു അത്യുപയോഗ കക്ഷിയായിരുന്നു രണ്ടുപേരും. കൂടാതെ നമ്മുടെ ആർട്ട് ഡയറക്ടർ, ഡയറക്ഷൻ ടീം. അപ്പോൾ ഇവിടെ എല്ലാവരുടെ ഒരു പരിപാടി ഉള്ളതുകൊണ്ട് ആണ് നമുക്ക് ആ ഒരു ലാഗ് അങ്ങനെ ഫീൽ ചെയ്യാതെ പരിപാടി അങ്ങനെ രസമായിട്ട് പോകാൻ പറ്റിയത്. വേണ്ടേ? അപ്പോൾ ഡെഫിനറ്റ്ലി ബ്രോ, കാര്യം നമ്മൾ ഓരോ ദിവസം കഴിയുമ്പോൾ ഓരോ സിനിമ കഴിയുമ്പോൾ നമുക്ക് പിന്നെ പണ്ടത്തെ ഒരു അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ഡിഫറെൻ്റ് ആണ്. പണ്ട് എനിക്ക് അങ്ങനെ സിനിമകളുടെ എണ്ണം അല്ലെങ്കിൽ പണ്ട് ഒരു കൊച്ചിക്കാരൻ ചെക്കൻ എന്ന് പറയുമ്പോൾ വിളിക്കുന്ന ഫോണാണ് എൻ്റെ ഈ കണ്ടുപോലെ എൻ്റെ ഫോണിൽ ഞാൻ വിളിക്കും. അത് വലിയൊരു കൊച്ചിക്കാരൻ ചെക്കൻ്റെ ആവശ്യമുള്ളൂ എന്ന് വിളിക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എനിക്ക് അങ്ങനത്തെ ഡയറക്ടേഴ്സ് ഒന്നും എനിക്ക് വേറെ രീതിയിലുള്ള സിനിമകൾ തന്നുകൊണ്ട് മാത്രമാണ് പല രീതിയിലുള്ള ക്യാരക്ടേഴ്സിനെ ഇപ്പോൾ വിളിച്ചു കൊടുക്കുന്നത്. അപ്പം ഇപ്പോഴാണ് എനിക്ക് എങ്ങനെ ചെയ്യാൻ പറ്റുന്നു. ഇനി ചെയ്യും, ഒരുപാട് ചെയ്യും. പക്ഷെ ആക്ച്വലി പറയാലോ നമുക്ക് ടാക്ടിക്കാണ് ശരിക്കും ഇഷ്ടമല്ല. അത് തന്നെ ബ്രോ നേരത്തെ പറഞ്ഞ കാര്യം. നമുക്ക് ആക്ച്വലി ആ പള്ളി എന്ന് പറയുന്നൊരു സംഭവം ആ മലയുടെ മുകളിൽ ഈ പള്ളി സെറ്റ് ചെയ്യാനുള്ള ചെറിയൊരു സംഭവമായിരുന്നില്ല. അത് വലിയൊരു ഹാർഡ് വർക്ക്. അത് നമുക്ക് ആ ടീമിനെ എത്രത്തോളം അഭിനന്ദിച്ചാലും മതിയാവില്ല. കാരണം ഇപ്പൊ UAE കണ്ടത് എല്ലാവർക്കും ഞാൻ ന്യൂസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അർജുൻ ആണെങ്കിലും ബാലചന്ദ്രനാണെങ്കിലും അനശ്വരാണെങ്കിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഈ പടത്തിൽ അവർ ഇതുവരെ ചെയ്ത ക്യാരക്ടേഴ്സ്. അച്ഛൻ കള്ളനായിട്ട് ചെയ്തിട്ടില്ല. അനശ്വരാണെങ്കിലും ഈ ക്യാരക്ടർ കണ്ട അറിയാം. ബാലചന്ദ്രനാണെങ്കിലും നമ്മൾ കൊച്ചിക്കാരൻ പയ്യൻ വെളുത്തിൽ വന്നത് അതിന് വ്യത്യസ്തമായിട്ട് ഒരു പള്ളിയിലച്ചനായിട്ടാണ് നിൽക്കുന്നത്. കണ്ടവരെല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത്. കണ്ട ആളുകൾക്ക് പടം ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും പറയണം ഫസ്റ്റ് പടമാണ്, സ്പ്രെഡ് ചെയ്യണം, എല്ലായിടത്തും പറഞ്ഞിട്ട് ഫാമിലിയായിട്ട് വന്ന് കാണാൻ പറയണം. അനശ്വരെ കാസ്റ്റ് ചെയ്യാൻ കാരണം ഈ ക്യാരക്ടർ അനശ്വര ചെയ്താൽ നന്നാവണമെന്ന് തുടക്കം തൊട്ടേ ഈ സ്ക്രിപ്റ്റ് നമ്മൾ ചെയ്തപ്പോൾ തൊട്ടേ തോന്നി. അങ്ങനെയാണ് അനശ്വരയിലേക്ക് എത്തിയത്. ആ ക്യാരക്ടർ ഡിമാൻഡ് ചെയ്യുന്നു അങ്ങനൊരു ചേഞ്ച് ഓവർ. സോ അനശ്വര ചെയ്തപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നുന്നു. കേട്ടില്ല. ഇല്ല, അനശ്വര ആക്ച്വലി ആക്ഷൻസ് നല്ല കൂളായിട്ട് ചെയ്യുന്നതാണ്. പഠിച്ചിട്ടുണ്ട്. പുള്ളിക്കാരി ആ മുമ്പ് ഒരു പടം ഫൈറ്റ് ചെയ്യാൻ കഴിയുന്നില്ല.
ഉദ്ദേശിച്ചിട്ടുണ്ടോ? അത്രയും പക്കാ വയലൻസ് ആയിട്ട് കഥാപാത്രങ്ങൾക്ക് എക്സ്ട്രീം ലെവലിലേക്ക് പോകാൻ വേണ്ടി കഴിഞ്ഞാൽ ഈ പടം ആൾക്കാർ നടത്താൻ പറ്റാതിരിക്കാൻ ആഗ്രഹം കുറെ ആഗ്രഹമൊക്കെ ഉണ്ട്. അതിലൊരു ആഗ്രഹമാണത്. പക്ഷെ നമുക്കിവിടെ പറ്റുമെന്ന് നമുക്കൊരു വിശ്വാസം തന്നെ നമ്മൾ പുതിയ പുതിയ പരിപാടി പിടിച്ചോണ്ടിരിക്കണമല്ലോ. ഇവിടെ ചാടിക്കറി ഇതിനാണ് ഫീൽഡ് ഉണ്ടാക്കുന്നത്. അതൊക്കെ പിടിച്ചു നോക്കട്ടെ. എന്താണ് ഷൈൻ്റെ പടം ഇറങ്ങിയ സമയത്ത് അദ്ദേഹത്തിന്റെ സിനിമ തകർക്കാനായിട്ട് പല ശ്രമിക്കുന്നുണ്ട്. സിനിമ പലവരെ ഓടുന്നില്ല. നെഗറ്റീവിൽ സോഷ്യൽ മീഡിയയുടെ നെഗറ്റീവിൽ കൊടുക്കുന്നുണ്ട്. എപ്പോഴും അപ്പം അതിന്റെ കരിയർ നോക്കിയിട്ട് നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും ഏതെങ്കിലും മുന്നിലാണെങ്കിൽ താങ്കളെ ടാർഗറ്റ് ഇല്ല ബ്രോ. കാരണം എനിക്കിപ്പോ ഞാൻ ചെയ്ത പടങ്ങളും മോശമായ പടങ്ങളും ഉണ്ട്. അതിന്റെ നെഗറ്റീവ് കമന്റ്സ് എനിക്ക് വരാറുണ്ട്. നല്ല പടങ്ങളും ഉണ്ട്. അപ്പോൾ നമ്മള് നോക്കി ശ്രദ്ധിച്ച് നല്ല സ്ക്രിപ്റ്റൊക്കെ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കർമ്മം. എന്റെ പെർസ്പെക്റ്റീവില് നമുക്ക് ചിലപ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഇറങ്ങുന്ന സമയം അല്ലെങ്കിൽ ചെയ്തു വരുമ്പോ നമ്മൾ ഉദ്ദേശിച്ച രീതിക്ക് ആവാതാവുമ്പോഴൊക്കെയാണ് പടം ഓഡിയൻസിന് വർക്കൗട്ട് ആവാതെയാണ്. അപ്പൊ അത് മനസ്സിലാക്കി അടുത്ത പടത്തിൽ നമ്മൾ തിരുത്താ അല്ലെങ്കിൽ നോക്കി ചെയ്യാന്നുള്ള പരിപാടി മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടാർഗറ്റ് ചെയ്യുക നമ്മളെ തളർത്താൻ അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. ഇതില് എന്തോ ഓഫറാണ് അത് ഞാൻ ചെയ്തു. നല്ല ഓഫറായിരുന്നു. ഞാൻ പറയാം. അതെന്താ അനൗൺസ് ചെയ്തിട്ടില്ല. അതിപ്പോ ഞാൻ ഇട്ടില്ലേ ഒരു പടം നമ്മുടെ AL വിജയ് സാറിന്റെ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തായിരുന്നു. സെക്കൻഡ് ലീഡ് പോലെ. പറഞ്ഞ ചോദ്യത്തിന് തന്നെയാണ് ചില വ്യക്തികളെ ശരിക്കും ആക്ടർമാരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ നിങ്ങളൊരു ജീവിതാനുഭവത്തിൽ നിന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം നമ്മുടെ സുഹൃത്ത് ചോദിച്ചപ്പോൾ ആർക്കും അതിൻ്റെ ഒരു മറുപടി എന്ന് പറയും. അങ്ങനെ ഒരു വ്യക്തിയെ ഒരു ആക്ടറെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് ആ പടങ്ങൾ മോശമാക്കാൻ ആ ശ്രമങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല പാലം. അങ്ങനെ മോശമാക്കാൻ പറ്റുമോ? ആളുകൾ കാണുന്ന പോലെ തന്നെ ഇരിക്കും. ഒരു 10 പേര് കണ്ടിട്ട് 5 പേർക്ക് സിനിമ വർക്കായിരിക്കും. അല്ലാതെ നമ്മൾക്ക് ആർക്കും ഒരു വ്യക്തി എൻ്റെ കുറച്ച് ആൾക്കാർ വന്നിട്ട് പടം മോശമാണെന്ന് പറഞ്ഞാൽ പടം മോശമാവില്ല. ആളുകൾ കണ്ടത് ഇഷ്ടപ്പെട്ട സിനിമ വിജയിക്കും. നമ്മളുടെ പടത്തിൽ തന്നെ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാൻ പറ്റുന്ന കാര്യം, നമ്മുടെ പടം അങ്ങനെ ഭയങ്കര വലിയ ഹൈപ്പും പരിപാടിയും കൊടുത്തിട്ട് വന്നൊരു സിനിമയല്ല. പക്ഷേ തിയേറ്ററിൽ നിന്ന് ആളുകൾ കണ്ടു കഴിഞ്ഞപ്പോൾ ആളുകൾക്ക് ഇഷ്ടപ്പെട്ടിട്ടാണ് ഇപ്പോൾ നമുക്ക് റിവ്യൂസ് വരുന്നത്. പടം നന്നായിട്ട് വരുന്നു എന്നൊക്കെ പറയുന്നു. തിയേറ്റേഴ്സിൽ ഇപ്പോൾ അത്യാവശ്യം ആളുകൾക്ക് കയറി തുടങ്ങുന്നു. അപ്പോൾ അങ്ങനെ ടാർഗറ്റ് ചെയ്ത് ആൾക്കാരെ മാറ്റി വെക്കാൻ പറ്റുന്ന കാലഘട്ടം കഴിയുന്ന എനിക്ക് തോന്നുന്നു. കാര്യം കുറേ കൂടി കാര്യങ്ങൾ ഓപ്പണായി ആളുകൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. വളരെ ട്രാൻസ്പെറൻ്റ് ആണ് സിനിമ എങ്ങനെയാണ് മോശം. ഷൂട്ട് എൻ്റെ ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഈ ഒരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സുമോണിൽ വളരെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിൻ്റെ സമയത്ത് അതിൻ്റെ ഒരു ഷൂട്ട് നടക്കും. നമുക്ക് വരാൻ എന്തോ വിനീതായിട്ടും ധ്യാനക്കായിട്ടുള്ള കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപായിട്ടുള്ള കോമ്പിനേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7th തുടങ്ങിയ ഷൂട്ട് ഉണ്ടാവും. ഒരു 5-6 ദിവസം ഷൂട്ട് ഒരുമിച്ച്. യെസ്, അതൊരു മാഡ്നസ് പരിപാടിയാണ്. ഭയങ്കര രസമുണ്ട്. ഒരു ടോട്ടലി ഏത് ജോണറാണെന്ന് പറഞ്ഞത് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു ടോട്ടലി വേറൊരു ജോണറിലെ സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. എൻ്റെ ജിജ്ഞാസ തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാൻ ഇന്ന് ഇന്റർവ്യൂലേക്ക് ഇത് പറയേണ്ടതായിരുന്നു.
എന്നെ എപ്പോഴും ചില സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ അമ്പ്രോ എന്ന് വിളിക്കണൊരു ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറുടെ പേര് പറഞ്ഞിട്ട് പത്രം വിളിക്കില്ലായിരിക്കും. അമ്പ്രോ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ആയ പേരാണ്. ഒരു ആഫ ലുക്കും പരിപാടിയില്ല. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. ജിജാട്ടിന് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടെങ്കിൽ അത് നടക്കുള്ളൂ. പക്ഷെ ഇപ്പൊ തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. ഞാൻ പറയില്ല. ഉണ്ടോ എന്താ എനിക്കറിയില്ല. എനിക്കറിയില്ല. എല്ലാവരും ഞാൻ പറഞ്ഞിട്ടില്ലോ. അത് സാധനത്തിനാണ് ഇതാണ്. മഞ്ഞളിലെ പിള്ളേരെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിക്കണമെന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു അമ്മയും കുഞ്ഞും എന്നൊരു രീതിയിലാണ് സിനിമ പോകുന്നത്. മഞ്ഞളിലെ പിള്ളേരെല്ലാവരും അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും. ഇത്രയും മഞ്ഞുമലല്ല, ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേരാണ്. എന്നെ വിളിച്ചിട്ടില്ല, ചോദിക്കണം. പക്ഷെ അത് ഉറപ്പായിട്ടും കൂടെ ഉണ്ട്. ഇതിന്റെ പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത വർഷം, അതിനപ്പുറത്തെ വർഷം, അതിനപ്പുറത്തെ വർഷമൊക്കെ എന്റെ പീക്ക് ടൈം ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പീക്ക് ടൈമിൽ ഇങ്ങനെ മാത്രം ഉപയോഗിക്കാൻ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല. നല്ല രസമായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്.